എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ അവസാന തീയതി ഡിസംബർ 24 വൈകുന്നേരം വരെ ആയിട്ട് ദീർഘിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ നിലവിൽ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 16 മുതൽ ഡിസംബർ 18 വൈകുന്നേരം വരെ ഓപ്ഷനുകൾ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു അഡ്മിഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് നേരത്തെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസംബർ 10 ആയിരുന്നു. ഇത് ഡിസംബർ 24 വരെയായിട്ട് നീട്ടിയിട്ടുണ്ട് എന്നാണ് നിലവിൽ വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ എത്ര കോളേജിൽ ഏതൊക്കെ സീറ്റുകളിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് ഏകദേശം അടുത്ത ദിവസം തന്നെ, അതായത് ഡിസംബർ 16 മുതലാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഏകദേശം നാളെയോ മറ്റന്നാളോ ആയിട്ട് ഈ ഒരു വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സർക്കുലർ നമുക്ക് നോക്കാം. അതായത് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അവസാന തീയതി ഡിസംബർ 24, അതായത് 24/12/2024 വരെ നീട്ടിയിരിക്കുന്നു. ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷകർക്ക് ഓപ്ഷനുകൾ നൽകണം. അതായത് ഈ ഒരു ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷകർക്ക് നിങ്ങൾക്കുള്ള ഓപ്ഷൻ സമർപ്പണം 2024 ഡിസംബർ 16 മുതൽ 18 വരെയാണ്. അപ്പോൾ 2024 അധ്യയന വർഷത്തെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അവസാന തീയതി ഡിസംബർ 24 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ LBSൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ ഒരു ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാം. അതായത് 16 മുതൽ 18 വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു ഓൺലൈനായിട്ട് പുതിയ കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുക. മുൻപ് സമർപ്പിച്ച ഓപ്ഷനുകൾ പരിഗണിക്കുന്നതല്ല. മുൻ അലോട്ട്മെൻറ്റുകൾ വഴി സർക്കാർ കോളേജുകൾക്ക് ഒഴികെ മറ്റ് കോളേജുകളിൽ പ്രവേശനം നേടിയവർ NOC അതായത് നിരാക്ഷേപ പത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മുൻ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം നേടാത്തവരെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ ഒരു അവസാന അലോട്ട്മെൻറ്റുകളൊക്കെ ഈ ഒരു അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾക്ക് കൂടി അവസരമൊക്കെ മുൻപൊക്കെ നൽകാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ വേക്കൻസി നോക്കിയിട്ട് താല്പര്യമുള്ള കോളേജ് ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇനി പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് വിദ്യാർത്ഥികളുടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് റീഫണ്ട്. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റിൻ്റെ റീഫണ്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനുമുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള സംശയം ഉണ്ടായിരിക്കും. അത് നിങ്ങൾ സാധാരണഗതിയിൽ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻ നൽകാനായിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകും. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് നൽകിയ ശേഷം സേവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓപ്ഷൻസ് സേവ് ചെയ്യാവുന്നതാണ്. സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ നിങ്ങളുടെ സെലക്ട് ചെയ്ത കോഴ്സ് ഡീറ്റെയിൽസുകൾ വരുന്നത് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥികളുടെ ടോക്കൺ ഫീ പേയ്മെൻറ്റിൻ്റെ റീഫണ്ടാണ്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് എപ്പോഴാണ് റീഫണ്ടായിട്ട് കിട്ടുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു 24 വരെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഏകദേശം അടുത്ത വർഷം ജനുവരിയോടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റിൻ്റെ റീഫണ്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതായത് ജനുവരി മാസത്തോടെ ആയിരിക്കും നിങ്ങൾക്ക് റീഫണ്ടിനായിട്ടുള്ള റിക്വസ്റ്റ് നൽകാനായിട്ട് സാധിക്കുക. റീഫണ്ട് റിക്വസ്റ്റ് എങ്ങനെ നൽകാം, അതെങ്ങനെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ റീഫണ്ടിനായിട്ട് ഈ ഒരു റീഫണ്ട് റിക്വസ്റ്റ് നൽകാനായിട്ടുള്ള ഓപ്ഷൻസ് ഈ ഒരു പേജിലേക്കാണ് വരിക. അതായത് ഈ ഒരു LBSൻ്റെ ഈ ഒരു ഇൻഡെക്സ് പേജ് നിങ്ങൾക്ക് അതായത് വാട്സ് ന്യൂ എന്നുള്ള ഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം അല്ലെങ്കിൽ ജോയിൻ ചെയ്ത ശേഷം പിന്നീട് ആ ഒരു കോളേജിൽ നിന്ന് ഒഴിവായിട്ടുള്ള അല്ലെങ്കിൽ
ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തു. എന്നാൽ കോളേജിൽ ജോയിൻ ചെയ്തിരുന്ന വിദ്യാർത്ഥികൾ എന്നിങ്ങനെയൊക്കെ വിവിധ വിഭാഗങ്ങളിലും അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും. ഇങ്ങനെ പല വിദ്യാർത്ഥികൾക്കും പലതരത്തിൽ റീഫണ്ടിനായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ റീഫണ്ടിനായിട്ട് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം എന്നുള്ള ആ ഒരു കാര്യം വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു LBSൻ്റെ വെബ്സൈറ്റിലെ വാട്സ് ന്യൂ എന്നുള്ള ഭാഗത്താണ് സാധാരണ വരിക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ നിങ്ങൾ പരിശോധിക്കുക ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റിൻ്റെ റീഫണ്ട് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യുക. അതായത് സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ID, പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലും ഇതുപോലെ 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് അതല്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു പേജിലേക്ക് പോവുക. അവിടെ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ റീഫണ്ട് റിക്വസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അത് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ടിനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സേവിങ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. സേവിങ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമാണ് ഈ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടുള്ളൂ. മറ്റ് കറൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ടിലൊന്നും സാധാരണഗതിയിൽ ഈ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടുന്നതല്ല. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട്, അതായത് ഏതൊക്കെ അക്കൗണ്ടുകളാണ് നൽകാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറിൽ ഉണ്ടാകും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് എന്തിനാണ് നിങ്ങൾ റീഫണ്ടിന് റിക്വസ്റ്റ് ചെയ്യുന്നത്, അതായത് അധികമായിട്ട് അടച്ച പൈസയാണെങ്കിൽ എക്സസ് റീഫണ്ട് എന്നും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ നേടാതെ, അതായത് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തു എന്നാൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല, അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി ആണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ അതിൻ്റെ റീസൺ, നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് റീസൺ എന്താണെന്നുള്ളത് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ അഡ്മിഷൻ നേടാതെ ഇരിക്കാനുള്ള കാരണവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ ആണെങ്കിൽ ആ ഒരു എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ അടച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് റീസൺ എന്നുള്ളത് രേഖപ്പെടുത്തുക. അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റീഫണ്ടിനായിട്ടുള്ള റിക്വസ്റ്റ് നിങ്ങൾ നൽകി എന്നുള്ളത് മനസ്സിലാക്കാം. ഇങ്ങനെ റിക്വസ്റ്റ് നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റീഫണ്ട് തുക, അതായത് എത്ര പൈസയാണോ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടാനായിട്ട് ഉള്ളത് ആ ഒരു പൈസ നിങ്ങളുടെ സേവിങ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് ആയിരിക്കും. അപ്പോൾ ആ ഒരു പൈസ ഈ ഒരു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ടായിട്ട് കിട്ടാനായിട്ട് ഏകദേശം സാധാരണഗതിയിൽ 2 മാസമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ LBS സെൻറ്ററുമായിട്ട് നിങ്ങൾ ആ ഒരു റീഫണ്ട് കിട്ടാത്തതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കോളേജല്ല LBS സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്ത് ആ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.